അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലെ തൃണമൂൽ കോൺഗ്രസ് റാലിക്കെതിരായ BJPയുടെ ഹർജി കൽക്കത്ത ഹൈക്കോടതി തള്ളി. റാലി തടയണം എന്ന സുവേന്ദു അധികാരിയുടെ ഹർജിയാണ് തള്ളിയത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ എന്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന് റാലി നടത്തിക്കൂടാ എന്നതായിരുന്നു BJPയുടെ വാദം. എന്താണ് കോടതി കണ്ടെത്തൽ? ബൽറാം. ഹഷ്മി, അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ന് കൊൽക്കത്തയിൽ പ്രഖ്യാപിച്ച റാലിക്ക് എതിരെയാണ് BJPയുടെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ റാലി സമൂഹ സ്പർദ്ധ ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇതേ ദിനത്തിൽ റാലി നടത്തരുത്, റാലി ഒരു ദിവസത്തേക്കെങ്കിലും മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഒപ്പം തന്നെ പ്രശ്നങ്ങളും സംഘർഷവും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൊൽക്കത്തയിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഹർജിയാണ് കൽക്കത്ത ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. മമതാ ബാനർജിക്ക് ജനുവരി 22-ന് കൊൽക്കത്തയിൽ സമൃദ്ധി സർവമത ഐക്യ റാലി നടത്താം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അയോധ്യ രാമക്ഷേത്ര വിഷയം ബംഗാളിൽ ഉൾപ്പെടെ BJP വലിയ പ്രചരണമാക്കി മാറ്റുന്നതിനിടെയാണ് മമതാ ബാനർജി അതിനെ പ്രതിരോധിക്കാൻ ഒരു സർവമത റാലി അതേ ദിവസം തന്നെ കൊൽക്കത്തയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് ആരംഭിക്കുന്ന റാലി കൊൽക്കത്തയിലെ കാളി ക്ഷേത്രത്തിൽ നിന്നും കാളിഘട്ട് കാളി ക്ഷേത്ര സമീപത്തു നിന്നും ആരംഭിക്കുന്ന റാലി പാർക്ക് സർക്കസിലാണ് സമാപിക്കുക. ഈ റാലി കടന്നു പോകുന്ന വഴിയിലുള്ള ഹിന്ദു മതത്തിൻ്റെയും ക്രിസ്ത്യൻ, മുസ്ലിം, ഒപ്പം തന്നെ സിഖ് മതത്തിൻ്റെയും ആരാധനാലയങ്ങളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെയെല്ലാം തന്നെ പ്രാർത്ഥന നടത്തിക്കൊണ്ടുള്ള ഒരു റാലിയാണ് തൃണമൂൽ കോൺഗ്രസ് ജനുവരി 22-ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് BJP ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും സുവേന്ദു അധികാരിയുടെ ഹർജി കൽക്കത്ത ഹൈക്കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നത്. ഹഷ്മി. ബൽറാം നെടുങ്ങാടിയാണ്. അത് മറ്റൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടൽ. ഇപ്പോൾ വങ്കനാട്ടിലെ ദീദിക്ക് മമതയ്ക്ക് ഏറ്റുമുട്ടൽ ഒരു പുത്തിരിയല്ല. അപ്പോൾ അവിടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ ബംഗാളിൽ അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയൊരു റാലി പ്രഖ്യാപിക്കുകയാണ് മമതാ ബാനർജി. അപ്പോൾ ഉറപ്പായും കോടതിയിലേക്ക് പോകുമ്പോൾ BJP അവിടെ പരാജയപ്പെടുന്നു. ഉറപ്പായും അത് വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് എത്തുമെന്ന് യാതൊരു തർക്കവുമില്ല.